ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പട്ടുപാവാട കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ പാവാടയൊക്കെ തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. പിന്നെ ഫസ്റ്റൊക്കെ പട്ടുപാവാട തയ്ക്കുന്നവർക്കും ഏത് പാവാടയാണെങ്കിലും തയ്ക്കുന്നവർക്ക് ഈ ബാൻഡൊക്കെ വെക്കുന്നവർക്ക് നമ്മൾ വെക്കുന്ന ഈ ബാൻഡൊക്കെ തിരിഞ്ഞ് പോവാറുണ്ട്. അതായത് പിരിഞ്ഞ് ഫിനിഷിങ് ഇല്ലാതെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഫിനിഷിങ്ങോടുകൂടി വൃത്തിയായിട്ട് ബാൻഡ് വെക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആണ്. ഇനി ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പാവാടയിൽ കെട്ടുന്ന കയറല്ല, ഹുക്കാണ് വെക്കുന്നത്. അപ്പോൾ ആ ഹുക്കിൻ്റെ ഹോളും എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ ഒരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു 12 വയസ്സായ കുട്ടിയുടെ പാവാടയാണ് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഞാൻ ബാൻഡിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാവാടയുടെ തുണി ഇതുപോലെ 4 ആക്കി മടക്കിയിടണം. എന്നിട്ട് അളവെടുക്കുന്നത് ഇവിടെ താഴത്തുനിന്ന്, നമ്മുടെ പാവാടയുടെ വർക്ക് വരുന്ന താഴത്തുനിന്ന് നമ്മൾ അളവെടുക്കണം. എനിക്കിവിടെ വേണ്ടത് 29 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 27 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ താഴത്തുനിന്ന് തന്നെ ടാപ്പ് പിടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വർക്കൊന്നും പോവാതെ അളവ് കറക്റ്റായി കിട്ടും. അപ്പോൾ 27 ഇഞ്ച് ഞാൻ ലെങ്ത്ത് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 29 ഇഞ്ചിന് 2 ഇഞ്ച് ലെങ്ത്ത് വരുന്നത് ഈ ബാൻഡിലാണ്. അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ബാൻഡിൻ്റെ വീതി വരുന്നത് ഒരു 2 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 4.5 ഇഞ്ചിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്യാതെയാണ്, അതായത് ബാൻഡിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിത് മടക്കി ബാൻഡ് വയ്ക്കുമ്പോൾ 2 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇടുപ്പ് ലൂസ് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ബാൻഡ് മടക്കി വെച്ചതുകൊണ്ട് 12 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 12 24 ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ ബാൻഡ് മടക്കി വെക്കാനായിട്ട്, അതായത് തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബാൻഡിലാണ് നമ്മുടെ ഇടുപ്പ് ലൂസ് കറക്റ്റ് അളവ് വരുന്നത്. ബാൻഡ് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ഇടുപ്പ് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട്, അതായത് വളവ് ചെരിവില്ലാതെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്ത് ഹുക്ക്, അതായത് ഹോള് വെക്കുന്ന പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഹോള് വെക്കുന്ന പീസ് നമ്മൾ ബാൻഡിൻ്റെ 2 ഇഞ്ചാണ്, ആ ബാൻഡിൻ്റെ അതേ വീതി തന്നെ വേണം. അപ്പോൾ നമ്മൾ ഹോളിനായിട്ട് ഇത്ര പോകുന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലൊരു 6 ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോൾ പീസ്, ബാൻഡ് പീസ്, പാവാടയുടെ പീസ്, ഇതാണ് നമുക്ക് കട്ടിങ് പീസായിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലീറ്റ് ഇടുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പ്ലീറ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ സ്കേർട്ടിൽ ഫസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് ഈ ഓപ്പൺ ഉള്ള 2 സൈഡും ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും ഓവർലോക്ക് മെഷീനൊന്നും ഉണ്ടാവില്ല. നമ്മൾ പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ അതായത് പിനിഞ്ഞ് പോകുന്ന തുണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾക്ക് അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പാവാടത്തുണി ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. ശേഷം 4 ആക്കി മടക്കിയിട്ട് ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ അതായത് ഇടുപ്പ് ലൂസ് 24 ആണെങ്കിൽ ഈ ഒരു മാർക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു 4ൽ 1 ഭാഗം ആക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ നമ്മുടെ അളവ് കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം ഇവിടെ ഇത് ഫോൾഡ് ചെയ്യാനുള്ള തുണിയാണ്, നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട പീസാണിത്. ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പ്ലേറ്റ് ഇടുന്നത്. അപ്പോൾ പ്ലേറ്റ് ഇടുമ്പോൾ എനിക്കിവിടെ വേണ്ടത് 24 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അടയാളപ്പെടുത്തിയ ഈ ഒരു മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4ൽ 1 ഭാഗം അളവ് വെച്ചിട്ട്, അപ്പോൾ 24 ഇഞ്ചാകുമ്പോൾ ഒരു 6 ഇഞ്ച് പ്ലേറ്റ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 2 ഇഞ്ചിലും ഒരു പ്ലേറ്റ് എടുത്തു, അടുത്ത് 2 ഇഞ്ചിലും കൂടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണ്.
അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് തന്നെ 6 ഇഞ്ച് വരുന്നുണ്ട്. 3 ഇഞ്ച് പ്ലേറ്റ് നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് 3 പ്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം 3 പ്ലേറ്റ് ആകുമ്പോൾ ടോട്ടൽ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് 6 ഇഞ്ച് അതായത് ഇടുപ്പ് ലൂസിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി ഇതുപോലെ 3 അടയാളപ്പെടുത്തിയ 3 ഭാഗത്തും ഇതേപോലെ 3 പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് 24 ഇഞ്ച് തന്നെ നമ്മുടെ ഇടുപ്പ് ലൂസ് കിട്ടും. അതിൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ പാവാട തയ്ക്കുന്നവർ ഇതുപോലെ ചെയ്താൽ മതി, കറക്റ്റായിട്ട് തന്നെ അളവ് കിട്ടും. ഒരു ഭാഗത്ത് തന്നെ 6 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്രയാണോ അളവ് വരുന്നത്, ഇപ്പോൾ ഇടുപ്പ് ലൂസ് 30 ആവാം 35 ആവാം അങ്ങനെയൊക്കെ വരുന്നവർക്കാണെങ്കിലും നമ്മുടെ ഈ പാവടയുടെ പീസ് ഇതുപോലെ 4ആക്കി മാർക്ക് ചെയ്തിട്ടിട്ട് നിങ്ങൾ ആ 4ൽ ഒരു ഭാഗം ഫസ്റ്റത്തെ ഒരു മാർക്കിൽ തന്നെ ഇതുപോലെ 4ൽ ഒരു ഭാഗമായിട്ട് കൊടുത്താൽ ബാക്കി നമ്മുടെ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അതായത് ഈ പട്ടുതുണിയൊക്കെ ആകുമ്പോൾ ഈ പിഞ്ഞ് വരും, അത് വരാതിരിക്കാനാണ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി പ്ലേറ്റ് ഇടുന്നത്, അപ്പോൾ നമ്മൾ രണ്ട് വശവും നമ്മുടെ പാവാടയുടെ രണ്ട് വശവും അതായത് ഓപ്പൺ ഭാഗവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലേറ്റ് ഇടാൻ പോകണം. പ്ലേറ്റ് ഇടുമ്പോൾ നമുക്കിത് 6 ഒരു ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ എനിക്ക് 24 ആയതുകൊണ്ട് 6 വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇടുപ്പ് ലൂസ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റത്തെ നമ്മൾ ഈ അളവ് വെച്ചോടെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ആ 4ൽ ഒരു ഭാഗമായിട്ട് നമ്മൾ ആ 4ൽ ഒരു ഭാഗം ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വരണം. അപ്പം ഞാനൊരു 1/2 ഇഞ്ച് ഫസ്റ്റ് വിട്ടിട്ട് പിന്നെ ഒരു 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പ്ലേറ്റ് 2 ഇഞ്ച് അളവിൽ, ചെറിയ കുട്ടിയായതുകൊണ്ട് 2 ഇഞ്ചിൻ്റെ വീതിയിലാണ് നമ്മളിവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് എടുക്കുമ്പോൾ എനിക്കൊരു ഭാഗത്ത് 3 പ്ലേറ്റിൻ്റെ ആവശ്യമുള്ളൂ. രണ്ട് ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് ഇട്ടു. വീണ്ടും ഞാൻ 2 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് അളവ് വെച്ചിട്ടാണ് നമ്മൾ എത്ര ഇടുപ്പ് ലൂസ് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാതെ അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ 2 പ്ലേറ്റ് ഇട്ടു. ഇനി അടുത്തും 2 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ്സ് കൂടെ എടുക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് 3 പ്ലേറ്റ് ഇട്ട് കൊടുത്തു. 2 ഇഞ്ചിലായിട്ട് ഇപ്പോൾ 6 ഇഞ്ച് വേസ്റ്റ് അതായത് ഇടുപ്പ് ലൂസിലേക്ക് 6 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള 3 ഭാഗത്തും ഞാൻ ഈ 2 ഇഞ്ച് വെച്ചിട്ട് തന്നെ 3 പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടുപ്പ് ലൂസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് ഇടുപ്പ് ലൂസ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ബാൻഡ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ടും നമ്മൾ പാവാടയുടെ നല്ല വശവും ബാൻഡിൻ്റെ നല്ല വശവും ചേർത്തിട്ട് വേണം വയ്ക്കണമെങ്കിൽ. ബാൻഡ് നമ്മൾ ഫസ്റ്റ് ബാൻഡിൻ്റെ വൺ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടത് ഇതിനാണ്. ഇതുപോലെ നമ്മൾ ബാൻഡിൻ്റെ ഒരു ഭാഗത്താണ് ഇതുപോലെ തയ്ക്കുന്നുള്ളൂ. എന്നിട്ട് ബാൻഡിൻ്റെ നല്ല വശവും നമ്മുടെ പ്ലേറ്റ് ഇട്ട് വെച്ച സ്കേർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ മേലൊക്കെ ആയിട്ടാണ് വെക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടി പിടിപ്പിക്കണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റൊക്കെ തയ്ക്കുന്നവർക്ക് ബാൻഡൊക്കെ വയ്ക്കുമ്പോൾ തിരിഞ്ഞ് നിൽക്കും, അതായത് പിരിഞ്ഞ് നിൽക്കും. അത് പിരിയാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ബാൻഡ് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ അതായത് ഈ പാവടയുടെ പീസ് ലൂസാക്കിയിട്ട് നമ്മൾ വയ്ക്കുന്ന ബാൻഡ് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടും വേണം വെച്ച് കൊടുക്കണമെങ്കിൽ. അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ലാസ്റ്റ് ഭാഗം നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ബാക്കി വരുന്ന പീസ് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട്
1.5 ഇഞ്ച് പീസ് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയണം, ബാൻഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ലൂസാക്കിയിട്ടും ബാൻഡ് പീസ് നമ്മൾ കൈകൊണ്ട് ജസ്റ്റായിട്ട് വലിച്ചിട്ടും വേണം വെച്ച് കൊടുക്കണമെങ്കിൽ, എങ്കിലേ നമ്മുടെ ബാൻഡ് തിരിയാതെ വരുള്ളൂ. എന്നിട്ട് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ബാൻഡ് ഫോൾഡ് ചെയ്ത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പാവാടയുടെ പീസ്, അതായത് ഈ പീസ് പ്ലീറ്റ് ഇട്ടിട്ടുള്ള ആ പീസ് ഒന്ന് ജസ്റ്റ് വലിക്കുക. മടക്കി കൊടുക്കുന്ന ബാൻഡ് പീസ് ലൂസാക്കിയിട്ട് വയ്ക്കണം. അതായത് ചെറിയ ലൂസ്, അതായത് സ്കേർട്ട് വലിക്കുമ്പോൾ ചെറിയ ഒരു വലിവിലാണ് വലിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് 2 ഇഞ്ചാണ് ബാൻഡ് വരുന്നത്, അതും അളവ് കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്ന ബാൻഡ് പീസ് കുറച്ച് ലൂസാക്കി വെച്ച് കൊടുക്കുക. പ്ലേറ്റ് ഇട്ട് കൊടുത്ത അടിയിലെ പീസ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ബാൻഡ് പിരിയാതെ കറക്റ്റായിട്ട് തന്നെ വരും. എന്നിട്ട് ലാസ്റ്റ് ഈ ഭാഗം നമ്മൾ നേരത്തെ മടക്കി അടിച്ചിട്ടില്ല, അത് നമ്മൾ ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് ഇതുപോലെ തിരിയാതെ ഫിനിഷിങ്ങായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബാൻഡ് വീണ്ടും മടക്കി കൊടുക്കുമ്പോൾ ലൂസാക്കി കൊടുത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ. അല്ലാതെ നമ്മൾ വലിച്ചു കൊടുത്താൽ നമ്മൾ ബാൻഡ് വെക്കുമ്പോൾ ഈ ലാസ്റ്റ് പീസ് എക്സ്ട്രാ വരും, അപ്പോഴാണ് നമ്മൾ വലിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് തിരിയാതെ ബാൻഡ് കിട്ടും. ഇനി ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഒരു മേൽ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ബാൻഡ് വെക്കുമ്പോൾ പിന്നെ മെഷീനൊക്കെ, അതായത് സ്പീഡൊക്കെ കുറച്ച് പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാൻഡൊക്കെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ ബാൻഡ് വന്നിട്ടുണ്ട്. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹുക്കാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതിനുള്ള ഹോള് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഹോള് പിടിപ്പിക്കുന്നത് ഇതൊരു ഭാഗത്ത് കൊക്കി വരും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒന്നിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെയാണ് ഹോൾ പീസ് വരുന്നത്. അപ്പോൾ ആ ഹോള് നമുക്ക് എങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ബാൻഡിൻ്റെ ഒരു 2 ഇഞ്ച് വീതി തന്നെ എടുക്കുകയാണ്. ഇത് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് പിന്നെ ഇതുപോലെ അടിയിലേക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കാരണം ഈ പീസ് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് ഗ്യാപ്പിലും നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ പീസ് എടുത്തിട്ട് 1/2 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ ഒരു 4 പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1 സൈഡ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി 2 സൈഡും ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. നമ്മൾ പിന്ന് ഫോമിനൊക്കെ ഹോള് വയ്ക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതുപോലെ ആകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അതായത് ഹുക്കൊക്കെ ഇടുമ്പോൾ കുറച്ച് ബലമായിട്ട് നല്ല എത്ര ഹോളിൽ വേണമെങ്കിലും ഇങ്ങനെ ഇടാം. ഇടുപ്പ് ലൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. മറ്റേ സ്റ്റീലിൻ്റെ അതായത് ഹോളൊക്കെ വെക്കുമ്പോൾ അത് വേഗം വിട്ടു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ സൈഡിൽ ഈ ഹുക്കിൻ്റെ അതായത് ഹോൾ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ബാൻഡിൻ്റെ അളവിൽ തന്നെ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ട് അയൺ ചെയ്യുന്നത് സൈഡ് ജോയിൻറ്റ് ചെയ്യാത്തതിന് മുമ്പ് തന്നെ പ്ലീറ്റ്സുകളൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും.
നമ്മൾ ഈ ഹോൾ പീസ് വെക്കുമ്പോൾ ഒരു 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ, അതായത് 2-3 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റ് നല്ല ബലത്തിൽ നിൽക്കുള്ളൂ. എന്നിട്ട് സെൻറ്ററിലൂടെ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഹോൾ പീസ് ഇവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സെൻറ്ററിലൂടെ സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു 2-3 സ്റ്റിച്ച് തന്നെ ഇടണം. ഇത് പതുക്കെ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഹോൾ പീസ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പിന്നിഫോമൊക്കെ അടിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ മനസ്സിലാവാൻ വേണ്ടി പതുക്കെ കാണിക്കുന്നത്. ഇവിടെയാണ് ഹുക്ക് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇടുപ്പ് ലൂസൊക്കെ നോക്കിയിട്ട് ഇതുപോലെ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ ബാൻഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബാൻഡൊന്നും തിരിയാതെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇപ്പോൾ സ്കേർട്ടിൻ്റെ ഇറക്കമൊക്കെ കൂടുതലുണ്ടെങ്കിൽ, അതായത് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് താഴെ ഫോൾഡ് ചെയ്തടിക്കുമ്പോൾ ആ വർക്ക് പോകും. അതുകൊണ്ട് എങ്ങനെയാണ് ലെങ്ത്ത് കൂടിയ, നമുക്കിപ്പോൾ 1 ഇഞ്ചാണോ 2 ഇഞ്ചാണോ എത്രയാണ് അത് ടക്ക് പിടിക്കുക. നമുക്ക് അതിനായിട്ട് ഇത് ഇവിടെ നമ്മുടെ സ്കേർട്ടിൻ്റെ താഴെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ടക്ക് പിടിക്കാനെടുക്കേണ്ടത്. നമുക്ക് 1 ഇഞ്ചാണോ 2 ഇഞ്ചാണോ എത്രയാണ് ടക്ക് പിടിക്കേണ്ടത് അത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ടക്ക് പിടിക്കുക. അപ്പോൾ നമ്മുടെ ഫിനിഷിങ് ആയിട്ടുണ്ട് സ്കേർട്ട്. ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 12 വയസ്സായ കുട്ടിയുടെയാണ്. നമ്മുടെ സ്കേർട്ടിൻ്റെ ബാൻഡ് വെക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.